1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 8.5 ലക്ഷം, ഏതാണ്ട് 8.4 lakhs ആയിട്ടുണ്ട്. വെറും 8200 എന്ന വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഷെയറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ഏതാണ്ട് 11,000 ആയി. അതായത് ഏതാണ്ട് 30% കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ 2 മാസം കൊണ്ട്. ഇതിൻ്റെ ഈക്വലൻ്റ് ഒന്നും ഇന്ത്യയിലില്ല. സോ ഇന്ത്യയിൽ ഇതിൻ്റെ ഈക്വലൻ്റ് ആയ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷേ അവിടെ ഇതൊക്കെ നല്ല പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ കാര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ തൽക്കാലത്തെ പ്രധാന കാര്യം ഇത് ഇന്ത്യയിലെ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സിൻ്റെ ഇടയിൽ ആദ്യം 1 lakh crore AUM ആ ലിമിറ്റിനെ കവിഞ്ഞ ആദ്യത്തെ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. സോ ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനെ, ഈ പർട്ടിക്കുലർ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ വളരെ കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതല്ലാതെ. കാരണം ഇന്ന് ഇന്ത്യയിൽ ആക്റ്റീവ്ലി റോൾ പ്ലേ ചെയ്യുന്ന ഏതാണ്ട് 45 മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഉണ്ട്. ഈ 45-ൽ SBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ബാങ്കിൻ്റെ പ്രൊമോട്ടഡ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമുണ്ട്. SBI എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ ആൾമോസ്റ്റ് 10.25 ലക്ഷം കോടി AUM ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പം ഇവരുടെയൊക്കെ ഇടയിൽ SBI, ICICI, HDFC ഇത്രയും വലിയ ബ്രാൻഡ്സിൻ്റെ ഇടയിൽ ഈ ഒരു ബാക്കിങ്ങും ഇല്ലാതെ വെറും 2013 അതായത് കഴിഞ്ഞ 12 കൊല്ലം മാത്രമേ എക്സിസ്റ്റൻസിലുള്ള ഈ പർട്ടിക്കുലർ ഫണ്ട് ഹൗസിൽ നിന്നാണ് ആദ്യത്തെ ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് 1 lakh crore AUM ക്രോസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് 1 lakh crore AUM ക്രോസ് ചെയ്തത് ഏതാണെന്ന് വെച്ച് നോക്കിയാൽ അത് HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടാണ്. അപ്പോൾ ഈ HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് തുടങ്ങിയത് 1994 ആലോചിക്കണം. സോ ഇത് 31 വർഷം കഴിഞ്ഞു. 31 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ്, അതും ഈ പരാഗ് പരീഖ് ഫണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് 1 ലക്ഷം കോടി ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് ഈ കമ്പ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? അപ്പം ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊഫഷണലി മാനേജ്ഡ് ഒരു ഫണ്ട് ഹൗസാണ്. അതായത് ഇവർ അതിനു മുമ്പ് തന്നെ ഒരു PMS പ്രോഡക്റ്റൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ പോലും മ്യൂച്വൽ ഫണ്ടിൽ ഇവർ വരുന്നത് 2012 ഒരു വലിയ SBIയോ ICICIയോ HDFCയോ പോലത്തെ വലിയ ബ്രാൻഡ് ഇമേജ് ഇവർക്കില്ല, വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? ഇപ്പം ചെന്നൈ ഒരു മെട്രോ സിറ്റിയാണ്. ഇപ്പം ചെന്നൈ പോലത്തെ ഒരു മെട്രോ സിറ്റി തന്നെ ഒരു ഓഫീസ് തുടങ്ങിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് വെച്ചതിന് ഒരു 2 കൊല്ലമോ 3 കൊല്ലത്തിന് മുമ്പാണ്. സോ വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും വലിയ ഇമേജും വലിയ ബാങ്ക്സിൻ്റെ ഒക്കെ ബാക്കിംഗ് ഇല്ലാതെ തന്നെ ഇവർ ഈ ലെവലിൽ എത്തിപ്പെടാൻ കാരണം പെർഫോമൻസും അവരുടെ പ്രൊഫഷണലിസവുമാണ്. ഇവരുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വളരെ കസ്റ്റമർ സെൻട്രിക്കാണ്. കസ്റ്റമർ സെൻട്രിക് എന്ന് എന്തുകൊണ്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കി ഒത്തിരി AMCs ഉണ്ട്. ഇവർക്കൊക്കെ പലതരം ഇക്വിറ്റി സ്കീംസ് ഉണ്ട്. ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും മൾട്ടി ക്യാപ്പും സ്മോൾ ക്യാപ്പും അങ്ങനെ കുറേ സ്കീംസ് ഉണ്ട്. ഇപ്പം ഇതിൽ അല്ലാതെ തന്നെ പിന്നെ കുറേ തീമാറ്റിക് സ്കീംസും കുറേ സെക്ടറൽ സ്കീംസും ഒക്കെ വരുന്നുണ്ട്. ഇത് വരാൻ കാരണം കൂടുതൽ AUM ക്രിയേറ്റ് ചെയ്യാനാണ്. കൂടുതൽ AUM മൊബിലൈസ് ചെയ്യുമ്പം അവർക്ക് അതിനനുസരിച്ചുള്ള റവന്യൂ കൂടുന്നുണ്ട്. അപ്പം ഈ പർട്ടിക്കുലർ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം, പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ പർട്ടിക്കുലർ AMC, അതായത് പരാഗ് പരീഖ് മ്യൂച്വൽ ഫണ്ട് അഥവാ PPFAS, ഇവർ ഇപ്പോൾ തുടങ്ങിയിട്ട് 12 കൊല്ലം ആയെങ്കിൽ പോലും ഇക്വിറ്റി ഫണ്ട്സിൽ അവർക്ക് ആകെ 2 ഇക്വിറ്റി ഫണ്ട്സേ ഉള്ളൂ. ഈ 2-ൽ ഒന്ന് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, മറ്റൊന്ന് അവരുടെ ELSS അതായത് ടാക്സ് സേവർ ഫണ്ട്. അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിന് മുമ്പ് നമ്മൾ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ സെബിയെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ ഇക്വിറ്റി ഫണ്ടിന് ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പം ഓരോ കാറ്റഗറിക്കും ഡെഫിനിഷൻ ഉണ്ട്. അപ്പം ലാർജ് ക്യാപ്പ് ഫണ്ടാണെങ്കിൽ അതിനൊരു റെസ്ട്രിക്ഷനുണ്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിനും സ്മാൾ ക്യാപ്പിനും. ഫ്ലെക്സി ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ എത്രത്തോളം ലാർജ് ക്യാപ്പ് വെച്ചോളാം, എത്രത്തോളം മിഡ് ക്യാപ്പ് ആവാം, എത്രത്തോളം സ്മാൾ ക്യാപ്പ് ആവാമെന്ന് യാതൊരു പരിമിതിയുമില്ല. ഈ പരിമിതി ഇല്ലാതെ ഫണ്ട് മാനേജർ എങ്ങനെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. അങ്ങനെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവെ ഭൂരിഭാഗവും ഉള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസസ് അവരുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ആൾമോസ്റ്റ് 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലാർജ് ക്യാപ്പിലാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ കാരണം അവരുടെ തോന്നലും യഥാർത്ഥവും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റേഴ്സും ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്സിൽ വരുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം
ചെറിയ ഒരു കൺസർവേറ്റീവ്സും വേണം. അതായത് മാർക്കറ്റ് ഒരുപാട് ഇടിയുവാണെങ്കിൽ ആ സമയത്ത് ഈ ഫണ്ട് കൂടുതൽ ഇടിയാൻ പാടില്ല. അങ്ങനെ ഇടിയാൻ പാടില്ലാതെ നോക്കുകയാണെങ്കിൽ പിന്നെ അതിന് ഒരു ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ എക്സ്പോഷർ കൂടുതൽ വേണം. അതുകൊണ്ടും കൂടിയാണ് ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ പോലും ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും എത്രത്തോളം വേണമെങ്കിലും ആവാം എന്നുള്ള റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ടായിട്ട് പോലും ഈ ഫണ്ട്സിൽ ഭൂരിഭാഗവും കൂടുതലും, അതായത് 50% കൂടുതൽ ലാർജ് ക്യാപ്സിൽ ഹോൾഡ് ചെയ്തിട്ട് ബാക്കി മിഡ് ക്യാപ്സിലും സ്മാൾ ക്യാപ്സിലും ഹോൾഡ് ചെയ്യും. സോ എന്തുകൊണ്ട് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഈ ELSS കൂടാതെ, ഈ ഫ്ലെക്സി ക്യാപ്പും ELSSും കൂടാതെ വേറെ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ അവർക്ക് ഈ കൂടുതൽ AUM ഒരുപാട് സ്കീംസിനെ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ AUM ക്രിയേറ്റ് ചെയ്യുന്നുള്ള അതിമോഹമില്ല. അതായത് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ തന്നെ എത്ര വേണമെങ്കിലും ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ് കോമ്പോസിഷൻ ആവാം. ഒരു ഫണ്ട് മാനേജർ ഓരോ മാർക്കറ്റ് സിറ്റുവേഷനിലും എങ്ങനെ വേണമെങ്കിലും ആ കമ്പോസിഷനെ മാറ്റി പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി, കംപ്ലീറ്റ് ഓപ്പർച്യൂണിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് അല്ലെങ്കിൽ എല്ലാ ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിലും ഫണ്ട്സിലും ഉള്ളതുകൊണ്ട് പരാഗ് പരീഖിൻ്റെ തീരുമാനം ഞങ്ങൾക്ക് ഈ ഒറ്റ ഫണ്ട് മതി, അതുകൊണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഫ്രീഡമും സാഹചര്യവും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ഒറ്റ ഫണ്ട് മാത്രമേ തൽക്കാലം ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഈ അടുപ്പിച്ച് പോലും അവരുടെ CEO അടുത്ത് ചോദിച്ചപ്പോഴേ നിങ്ങളൊരു സ്മാൾ ക്യാപ് ഫണ്ട് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ മറുപടി വളരെ ക്ലിയർ ആയിരുന്നു. ഞങ്ങൾക്ക് ഈ ഒറ്റ ഫണ്ട് മതി ഇപ്പോൾ തൽക്കാലം നല്ല ഇപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പം ഈ ഫണ്ടിൽ തന്നെ എല്ലാ ഫ്രീഡമും ഓപ്പർച്യൂണിറ്റിയും ഞങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പർട്ടിക്കുലർ ഫണ്ടை സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു കുറേ കാലം, അവർ ലോഞ്ച് ചെയ്ത കാലം തൊട്ട് തന്നെ ഏതാണ്ട് ഗ്ലോബൽ ഇക്വിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിൽ വളരെ നേരത്തെ തന്നെ ഗ്ലോബൽ ഇക്വിറ്റി എക്സ്പോഷർ എടുത്ത ഫണ്ട്സിൽ ഒന്നാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. സോ ഇത് പറയാൻ കാരണം ഇന്ത്യയിലുള്ള ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മാൾ ക്യാപ് മാത്രമല്ല ഗ്ലോബൽ ഇക്വിറ്റീസിലും ഈ പർട്ടിക്കുലർ ഫണ്ട് എക്സ്പോഷർ എടുത്ത് അത് കാരണം അതും അവർക്ക് പെർഫോമൻസിന് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവേ ഇപ്പോഴും അവർക്ക് ഏതാണ്ട് 10% ഗ്ലോബൽ ഇക്വിറ്റിയിലുണ്ട്. പണ്ട് 24-25% വരെ അവർ ഗ്ലോബൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് മൊത്തത്തിൽ $7 ബില്യൺ കൂടുതൽ ഗ്ലോബൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ പർട്ടിക്കുലർ ഫണ്ടിനും തൽക്കാലം അവർക്കുള്ള ലിമിറ്റില്ല. അതുകൊണ്ട് ഇവർ തൽക്കാലം വെറും 10% മാത്രമേ ഗ്ലോബൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്നാലും അവർ മെറ്റ, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, അമേസോൺ ഇങ്ങനെ ഈ 4 കമ്പനീസിലും ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ഈക്വലൻ്റ് ഒന്നും ഇന്ത്യയിലില്ല. സോ ഇന്ത്യയിൽ ഇതിൻ്റെ ഈക്വലൻ്റ് ആയ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷേ അവിടെ ഇതൊക്കെ നല്ല പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ ഓപ്പർച്യൂണിറ്റിയും ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു പെർഫോമൻസ്, പർട്ടിക്കുലർലി ഇവരെ കുറിച്ച് പറയേണ്ടത് ഒരു വളരെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസിലും ഫണ്ട് മാനേജ്മെൻറ്റ് സ്റ്റൈലിലും ഇവർ എല്ലാ ഫണ്ടും റിട്ടേൺസ് ചെയ്യുന്നുണ്ട്. ഇവരും റിട്ടേൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഫണ്ട് മാനേജർ, അതായത് ഫണ്ട് മാനേജറിൻ്റെ പേര് രാജീവ് തക്കർ എന്നാണ്. അവരും ആ ഫണ്ട് ഹൗസും എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനിലും ടോപ്പർ ആവണം എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല, അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട ഇൻവെസ്റ്റർ. പക്ഷേ ഒരു ഇൻവെസ്റ്റർ ഇക്വിറ്റി ഫണ്ടിലോട്ട് വരുമ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസാണ്, അതായത് പീരിയഡ് മിനിമം 5 years ആണ്. ഈ 5 years പീരിയഡിൽ ഏത് 5 year ടൈം ഫ്രെയിം എടുത്താലും ഞങ്ങൾ മിക്കവാറും ടോപ്പ് ക്വാർട്ടൈലിൽ കാണും. കാരണം ഞങ്ങൾ നല്ല മാർക്കറ്റ്, അതായത് ബുൾ മാർക്കറ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നുള്ള ഞങ്ങൾക്ക് ഉള്ള ബോധ്യവും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് ഉണ്ടെങ്കിൽ പോലും അതേപോലെ ഈക്വലാണ് ഒരു ബെയർ മാർക്കറ്റ്. അതായത് ഒരു നല്ല വലിയ കറക്ഷൻ വരുമ്പോഴും മാർക്കറ്റിൽ ഒരു നല്ല ഫാൾ വരുമ്പോൾ മാർക്കറ്റിൻ്റെ അത്രയും വീഴാതിരിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ബാക്കിയുള്ള ഫണ്ട്സ് വീഴുന്നതിൻ്റെ അത്രയും വീഴാതിരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും നമുക്ക് ഇൻവെസ്റ്ററിനോടുണ്ട്. ഈ പർട്ടിക്കുലർ ദൗത്യം, അതായത് മാർക്കറ്റ് വീഴുമ്പോൾ അതിൻ്റെ അത്രയും വീഴാതിരിക്കാനോ ബാക്കിയുള്ള ഫണ്ട്സ് വീഴുന്നതിൻ്റെ അത്രയും വീഴാതിരിക്കാനോ ഈ ഫണ്ട് പല ആവർത്തി എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. അതായത് ഈ നിലവിലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് എല്ലാ ഫണ്ട്സിനും, മ്യൂച്വൽ ഫണ്ട്സിനും ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഉണ്ട്. അതായത് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ മൊത്തം കഴിഞ്ഞ 5 yearൽ ഒരു ടോപ്പറാണ് ഈ പർട്ടിക്കുലർ ഫണ്ട്. പക്ഷേ റിസ്കിൻ്റെ കാര്യത്തിൽ എല്ലാ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും
ഏറ്റവും കുറച്ച് റിസ്ക് എടുക്കുന്ന ഫണ്ട് ഇതാണ്. സോ അതിൻ്റെ അളവ് ബീറ്റ ആണ്. ബീറ്റയിൽ 0.6 അടുപ്പിച്ചേ ഉള്ളൂ. ബാക്കി മൊത്തം ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനും 0.6 കൂടുതൽ ബീറ്റ ഉണ്ട്. സോ റിസ്ക് ഏറ്റവും കുറഞ്ഞെടുത്ത് 5 ഇയർ 7 ഇയർ 10 ഇയർ പീരീഡിൽ നല്ല റിട്ടേൺസ് കാഴ്ചവെക്കുന്നുണ്ട് ഈ പർട്ടിക്കുലർ ഫണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് അവർക്ക് വലിയ ബ്രാൻഡിൻ്റെ ബാക്കിംഗ് ഇല്ലെങ്കിൽ പോലും ഈ പർട്ടിക്കുലർ ഫണ്ടിനെ വിശ്വസിച്ച് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. അത് കാരണം ഇന്ന് 1 ലക്ഷം കോടി കൂടുതൽ AUM ആയി. ഈ ഫണ്ടിനെ മാറ്റി നിർത്തുന്ന വേറൊരു ഘടകമുണ്ട് ബാക്കിയുള്ള ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ ബാക്കിയുള്ള ഫണ്ട്സ് ഭൂരിഭാഗവും, അതായത് അവരുടെ മൊത്തം ഹോൾഡിങ്സും ഇക്വിറ്റിയിലൊക്കെ തന്നെ ആയിരിക്കും. വളരെ ചുരുക്കം സിംഗിൾ ഡിജിറ്റിലൊക്കെ ആയിരിക്കും ക്യാഷ് ഹോൾഡിങ്സ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ പർട്ടിക്കുലർ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് മാനേജറിന് മാർക്കറ്റിൽ ഒരു വീഴ്ച വരാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഫോർസീൻ റിസ്കിൻ്റെ സാധ്യത കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അവർ അധികം ക്യാഷ് പൊസിഷൻസ് എടുക്കും. അതായത് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു സ്ഥിരമായിട്ട് ഇവരുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ അതോ ആൾമോസ്റ്റ് എല്ലാ മാസവും തന്നെ ഇവർ ഏതാണ്ട് 10 മുതൽ 15, 20, 25% വരെ ഇപ്പം തന്നെ അവർക്ക് 26% അവർക്ക് ക്യാഷ് ഹോൾഡിങ്സ് ഉണ്ട്. ഈ ക്യാഷ് ഹോൾഡിങ്സ് എടുക്കുന്നതിൻ്റെ കാരണം അതായത് അത്രയെങ്കിലും ഇക്വിറ്റി മാർക്കറ്റിൻ്റെ റിസ്കിൽ നിന്ന് മാറി നിൽക്കും ഒരു അൺസർട്ടനിറ്റി ഉള്ള സമയത്ത്. സോ ഇത് കാരണം ചിലപ്പം ദോഷവും ചെയ്യും. അതായത് സെപ്റ്റംബർ 24 2024 മാർക്കറ്റ് ഒന്ന് വീഴ്ച തുടങ്ങിയത്. പക്ഷേ ഈ പർട്ടിക്കുലർ ഫണ്ട് മാനേജർ ഏതാണ്ട് ഒരു ജനുവരി 2024 തൊട്ട് തന്നെ ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റിയെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ തന്നെ ക്യാഷ് ഹോൾഡിങ്സ് 10, 15, 20% വരെ അവർ ക്യാഷ് ഹോൾഡിങ്സ് എടുക്കാൻ തുടങ്ങി. അത് കാരണം എന്ത് പറ്റി, ഈ ജനുവരിയിൽ നിന്ന് സെപ്റ്റംബർ വരെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു അപ് ട്രെൻഡിനെ ഈ പർട്ടിക്കുലർ ഫണ്ട് മുഴുവനും ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സോ പക്ഷേ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണപ്പോൾ ബാക്കിയുള്ള ഫണ്ട്സൊക്കെ വീണതിൻ്റെ അത്രയും ഇവർ വീണില്ല. സോ അതുകൊണ്ട് ഡിസംബറിൽ അല്ലെങ്കിൽ ഒരു മാർച്ചിൽ നോക്കിയപ്പോൾ 1 ഇയർ പെർഫോമൻസ് വീണ്ടും ഇവർ ടോപ്പ് ക്വാർട്ടൈലിലുണ്ട്. അതായത് ഇനിഷ്യലി ഒരു 2024 ഇനിഷ്യൽ ഭാഗങ്ങളിൽ അവർ റിട്ടേൺസ് കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ക്യാഷ് പൊസിഷൻ കാരണം മാർക്കറ്റ് വീണപ്പോൾ അതിൻ്റെ ഗുണമുണ്ടായി. സോ ഇങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അവർ ഈ ക്യാഷ് ഹോൾഡിംഗ് എടുക്കാൻ മടിക്കില്ല. അത് പർട്ടിക്കുലർലി മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഉള്ളപ്പോൾ ഇതും അവരുടെ ഓവറോൾ പെർഫോമൻസിന് ഒരു കാരണമാണ്. സോ മൊത്തത്തിൽ ഇപ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഇവർ മെയ് 2013 തുടങ്ങിയത്. ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞു. ഈ 12 കൊല്ലത്തിൽ അതായത് ഒരാൾ ആ സമയത്ത് അവർ തുടങ്ങിയ സമയത്ത് 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 8.5 ലക്ഷം, ഏതാണ്ട് 8.4 lakhs ആയിട്ടുണ്ട്. 12 വർഷം കൊണ്ട് 8.4 times വർദ്ധിച്ചിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇതാണ് ഇവരുടെ പെർഫോമൻസ്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വേറെ ഒരു കാര്യം നമ്മൾ പറയണം. സോ ഈ അടുത്ത കാലത്ത് പർട്ടിക്കുലർലി കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ, അതായത് ഫണ്ട് ഹൗസിൻ്റെ PPFASൻ്റെ ഇൻവെസ്റ്റേഴ്സ് കുറേ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ വാല്യുവേഷൻ കൂടി എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പർട്ടിക്കുലർലി ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ AUM 1 lakh crore എന്ന് കടന്നപ്പോൾ ഇതിൻ്റെ വാല്യുവേഷനെ കുറിച്ചും ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. വാല്യുവേഷൻ ശരിക്കും കൂടിയിട്ടുണ്ട് താനും. അതായത് ഏപ്രിൽ 2025 ഏതാണ്ട് 3 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് ഇതിൻ്റെ വാല്യൂ, ഒരു ഷെയറിൻ്റെ വാല്യൂ 8,200 രൂപ ആയിരുന്നു അൺലിസ്റ്റഡ് മാർക്കറ്റിൽ. ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല. അൺലിസ്റ്റഡ് മാർക്കറ്റിൽ, അതായത് ഇതിൻ്റെ ഓണർഷിപ്പ് മുഴുവനും അതിൻ്റെ ഓണേഴ്സും അതിൻ്റെ എംപ്ലോയീസിൻ്റെ അടുത്താണ്. ഇവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ ഷെയർസ്. അപ്പം ഏപ്രിൽ 2025 വെറും 8,200 എന്ന വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഷെയറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ഏതാണ്ട് 11,000 ആയി. അതായത് ഏതാണ്ട് 30% കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ 2 മാസം കൊണ്ട്. അപ്പം ഇന്നേക്ക് അതായത് നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ പൊതുവേ ഇതിൻ്റെ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ ഷെയറിൻ്റെ ഡിമാൻഡ് ഇപ്പം നമ്മൾ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ വായിക്കാൻ പോയാൽ ചിലപ്പം 11,000 കിട്ടിയെന്ന് വരില്ല. 12,000 13,000 ഒക്കെയാണ് ഇതിൻ്റെ വാല്യൂ പറയുന്നത്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനും തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾ ഇന്ന് 1 ലക്ഷം ഇപ്പോൾ 8.4 lakhs ആയി. മാത്രമല്ല ഇങ്ങനെ ഇവർ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്തോറും അവരുടെ എംപ്ലോയീസും പ്രൊമോട്ടേഴ്സിൻ്റെയും വാല്യൂ, അവരുടെ ഷെയർ വാല്യൂയും കൂടുന്നുണ്ട്. കുറേ ക്രോർപതീസ് അവരുടെ എംപ്ലോയീസ് തമ്മിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. സോ ഈ പർട്ടിക്കുലർ ഫണ്ട് ഏത് മാർക്കറ്റ് സിറ്റുവേഷനിലായാലും ഏത് മാർക്കറ്റ് സിറ്റുവേഷനിലും എൻ്റർ ചെയ്യാൻ വലിയ മടി കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മിനിമം 5 years ടൈം കൊടുക്കണം ഇങ്ങനത്തെ ഒരു ഫണ്ടിന്. ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ 5 കൊല്ലം കൊടുത്തേ പറ്റൂ.
എന്നാലേ അത് ആ അതിൻ്റെ ഇടയ്ക്കുള്ള റിസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ഡീസൻറ്റ് ആനുവലൈസ് റിട്ടേൺസ് കിട്ടും. സോ ഒരു 5 ഇയർ ആനുവലൈസ് റിട്ടേൺസ് 5 ഇയറിന് നല്ല ഡീസൻറ്റ് ആനുവലൈസ് റിട്ടേൺസ് പ്രതീക്ഷിക്കുന്ന ആരായെങ്കിലും ഈ പർട്ടിക്കുലർ ഫണ്ടിൽ ഒന്ന് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് വേറെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വലിയ ബ്രാൻഡ് ഇമേജ് ഇല്ലെങ്കിലും നല്ല പ്രൊഫഷണാലിസവും കസ്റ്റമർ സെൻട്രിസിറ്റിയും കസ്റ്റമറിന് നല്ല റിട്ടേൺസ് ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, എത്ര ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്, വലിയ AUM ക്രിയേറ്റ് ചെയ്യാൻ കൂടുതൽ സ്കീംസ് വേണ്ട എന്ന് ഇറങ്ങി തിരിച്ചാൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുവാണെങ്കിൽ എത്ര വലിയ ബ്രാൻഡ് ഉണ്ടെങ്കിലും അവരുടെ ഇടയിൽ നമ്പർ 1 ആയിട്ട് കയറി വരാൻ പറ്റും എന്നുള്ളതിന് ഒരു വലിയ എക്സാമ്പിളാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്.